ഹരിയോം. ഒരു ചാന്ദ്രമാസത്തിൽ 2 പക്ഷമുണ്ട്. ഓരോ പക്ഷത്തിലും ഓരോ ഏകാദശി വരുന്നുണ്ട്. അങ്ങനെ 12 മാസങ്ങളിലായി 24 ഏകാദശികളുണ്ട്. ചാന്ദ്രവർഷവും സൗരവർഷവും തമ്മിൽ ഏകദേശം 11 ദിവസത്തിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ആ 11 ദിവസത്തെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു 2 വർഷം 6 മാസമൊക്കെ കഴിയുന്ന സമയത്ത് ഒരു അധിമാസത്തെ നിർമ്മിക്കുന്നുണ്ട്. ആ അധിമാസത്തിന് മലമാസമെന്നും പുരുഷോത്തമ മാസം എന്നുമൊക്കെ പേരുണ്ട്. വളരെ പവിത്രമായ മാസമായിട്ടാണ് അത് കണക്കാക്കുന്നത്. ആ മാസത്തിലും 2 ഏകാദശികൾ വരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം 26 ഏകാദശികൾ ഉണ്ടെന്ന് പത്മപുരാണം പറയുന്നു. അത് കഴിഞ്ഞ് ആ 26 എണ്ണത്തിൻ്റെ പേരും പത്മപുരാണം സൂചിപ്പിക്കുന്നുണ്ട്. വൃശ്ചിക മാസത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലാണ് ആദ്യത്തെ ഏകാദശി. അതാണ് ഉത്പന്ന ഏകാദശി. ഏകാദശി ഉദ്ഭവിച്ചത് അന്നാണ്. ആ കഥ നമ്മൾ നേരത്തെ കേട്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് കണക്ക് ഇങ്ങനെ പറയാണ്, ഓരോ മാസമായിട്ട് കണക്ക് കൂട്ടണം. ഉത്പന്ന, മോക്ഷദ, സഫല, പുത്രദ, ഷട്ടില, ജയ, വിജയ, ആമലകി, പാപമോചനി, കാമദ, വരൂധിനി, മോഹിനി, അപര, നിർജല, യോഗിനി, ദേവശയനി, പവിത്ര, പുത്രദ, അജ, പരിവർത്തിനി, ഇന്ദിര, പാശാങ്കുശ, രമ, ദേവോത്ഥാനി. ഇങ്ങനെ 24 പ്രധാനപ്പെട്ട ഏകാദശികൾ. അത് കഴിഞ്ഞാൽ അധിമാസത്തിൽ വരുന്ന 2 എണ്ണം പത്മിനി, പരമ. ഇങ്ങനെ 26 ഏകാദശികൾ ഉണ്ടെന്ന് പത്മപുരാണം പറയുന്നു. അത് കഴിഞ്ഞൊരു ശ്ലോകവും അതിലുണ്ട്. വ്രതം ഉദ്യാപനം ചാസാം യദി കർത്തും ന ശക്നുയാത് തദാ സങ്കീർത്തനാൻ നാംനാം സദ്യസ്തത്ഫലം ആപ്നുയാത്. ഏകാദശി വ്രതത്തെ പൂർത്തീകരിക്കാൻ ഒരുവന് സാധിക്കുന്നില്ലെങ്കിൽ അവൻ ഈ ഏകാദശികളുടെ പേരിനെ കീർത്തിച്ചാൽ മതി, അതെടുത്തതിൻ്റെ ഫലം അവന് ലഭിക്കും എന്നാണ് പത്മപുരാണം പറയുന്നത്. അതുകൊണ്ടാണ് 26 ഏകാദശികളുടെയും പേര് ഇവിടെ പറഞ്ഞത്. അതിൻ്റെ ഫലം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയോം.